ഫുഡിന്റെ കാര്യത്തിൽ എന്തെല്ലാം ട്രെൻഡുകളാണല്ലേ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലെ ഏറ്റവും പുതിയ ട്രെൻഡാണ് കേട്ടോ ഇത്. പുഴുങ്ങിയ മുട്ട ഇതുപോലെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സവോള, പച്ചമുളക്, മല്ലിയില, ഉപ്പ്, മുളക് പൊടി എന്നിവ ചേർത്ത് വേവിച്ചെടുക്കുക. രണ്ട് സൈഡും ഇതുപോലെ പൊരിച്ചെടുക്കുക കേട്ടോ. എന്നാൽ അത്രയൊന്നും എണ്ണ ഉപയോഗിക്കാതെ വളരെ ഈസി ആയിട്ട് നല്ല രുചിയിൽ നമുക്കിത് പാനിലും തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇച്ചിരി വെളിച്ചെണ്ണയിൽ രണ്ട് പുഴുങ്ങിയ മുട്ട റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ട് മുട്ടയിലേക്ക് സവോള, പച്ചമുളക്, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി മുട്ടയുടെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് തക്കാളിയും കറിവേപ്പിലയും അതുപോലെ കുറച്ച് മുളക് പൊടി കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചിട്ടിട്ട് രണ്ട് വശം ഒന്ന് മൊരിപ്പിച്ചെടുക്കുക. അടിപൊളിയാണ്. ഇതുപോലെയും ഇത് ചെയ്തെടുക്കുക കേട്ടോ. മുട്ടയോ ഓയിലോ ഒന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് ഇതുപോലെയാണ് കേട്ടോ ഞാൻ മക്കൾക്ക് എപ്പോഴും മയോണൈസ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങിലേക്ക് വെളുത്തുള്ളി, പാല്, ഉപ്പ്, വിനാഗിരി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ എത്ര വേണമെങ്കിലും മക്കൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.